എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഒരു നല്ലൊരു കശുമാവിൻ്റെ ഇനത്തെക്കുറിച്ചാണ്. ഞാനിതൊരു നഴ്സറിയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു ഇനമാണ്, അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ കായ്കളൊക്കെ നല്ല വലിപ്പമുള്ള കായ്കളാണ്. ഇതിൻ്റെ പഴുത്തത് ഇവിടെ കിടക്കുന്നുണ്ട്. പഴുത്ത കശുവണ്ടി നല്ല വലിപ്പമുള്ള മാങ്ങയും കശുവണ്ടിയും വലിപ്പമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫെബ്രുവരി ഒക്കെ തുടങ്ങി, ജനുവരി ലാസ്റ്റൊക്കെ തുടങ്ങി ഇതുമേ കശുവണ്ടി കിട്ടി തുടങ്ങി. 6 വർഷമായിട്ടുള്ള മരമാണ്. ഞാൻ ജസ്റ്റ് വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഒരു 2 ചെടി കൊണ്ടുവന്ന് നട്ടതാണ്. ഗ്രാഫ്റ്റഡ് തൈയാണ് നട്ടത്. പക്ഷെ നല്ല ഇനമാണ്. അത്യാവശ്യം ഇപ്പോൾ വരെ നന്നായിട്ട് കായുണ്ട്. ഇതിൽ പിന്നെ പൂത്ത് വരുന്നുണ്ട്, ചെറിയ കായകളുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ജൂൺ കഴിഞ്ഞൊക്കെ വരെ കിട്ടും. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കറുത്തു പോകും. പക്ഷെ അതുവരെ നമുക്കൊരു 3-4 മാസം നന്നായിട്ട് കായ ലഭിക്കും. ഇവിടെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ സൈഡിലൊക്കെ എന്താ പറയുക, ഇവിടുത്തെ കായകളൊക്കെ പറിച്ചു പോയതാണ്. ഇവിടെ അതേ പൂത്ത് വരുന്നത്. ഇവിടെ കായ ഈ സൈഡിൽ മേളിലൊക്കെ ഉണ്ട്. എല്ലാ ശിഖരത്തുമേയും കായകളുണ്ട്. കുട്ടല കുത്തിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ കണ്ടറിയാം, ഒരു 3, 6, 9, 10, 12 കശുവണ്ടി ഒരൊറ്റ കൊലയമ ഏകദേശം ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ലാവിഷായിട്ട് നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കശുവണ്ടി ഇഷ്ടംപോലെ ഇതിൽ നിന്ന് കിട്ടും. വീട്ടാവശ്യം മാത്രമല്ല, പുറത്ത് വിൽക്കാനുള്ളതും കിട്ടും. ഇപ്പം തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഒരു 3-4 കിലോത്തോളം ഇപ്പോൾ ചെറിയ ആദ്യമായിട്ട് പൂത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പം തന്നെ ഒരു 3-4 കിലോ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷം, ഓരോ വർഷം കഴിയുമ്പോഴും ഇത് കൂടിക്കൊണ്ടിരിക്കും. മരം വലുതാവുന്നതനുസരിച്ച് നമ്മൾ അത്യാവശ്യം പ്രൂൺ ചെയ്ത് വിടുന്നുണ്ട്. അത് കാരണമാണ് ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ അത് പഴുത്ത് കിടക്കുന്നുണ്ട്. സൈഡിലേക്ക് കട്ട് ചെയ്യും. ഇത് നമ്മളുടെ പഴുത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ അവിടെ ആ സൈഡ് മേളിലേക്കൊക്കെ ഉണ്ട്. എല്ലാ ശീലത്തുമേയും ഇത് പൂത്ത് വരുന്നത്, കായ്കളൊക്കെ ചെറിയ കായായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, നമുക്ക് വീട്ടിൽ സ്ഥലം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു മരങ്ങളും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു വരുമാനം അതിനുവേണ്ടി. പിന്നെ വീട്ടാവശ്യത്തിന് നമുക്ക് ശരിക്കും ഈ കശുവണ്ടി നമ്മൾ പണ്ട് തുടങ്ങിയൊക്കെ വീട്ടിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു താല്പര്യം തോന്നി അങ്ങനെ ഒരെണ്ണം നട്ട് വെച്ചതാണ്. 1 അല്ല 2 ഉണ്ട്. അതിൽ ഒരെണ്ണം ചെറിയ മരമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നിലനിർത്താനാണ് നമ്മൾ നോക്കുന്നത്. അത്യാവശ്യം കായൊക്കെ കിട്ടുന്ന കാരണം കുഴപ്പമില്ല, നല്ലൊരു ഇനമായിട്ടും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ, ഇതിന് സാധാരണ ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതൊരു പ്രാവശ്യം ചെയ്തു. പിന്നെയുള്ള പ്രത്യേകത, നമ്മളുടെ അടുത്ത് എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വളങ്ങൾ ഇവർ വലിച്ചെടുത്തോളും. വേറെ കൂടുതലായിട്ട് ഇതിന് വളം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം അതിൻ്റെ കറക്റ്റ് വളങ്ങൾ കാര്യങ്ങൾ ചെയ്യണം, സ്പ്രേകളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കാരണം ഈ രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നട്ടയിൽ നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്നൊരു ചെടിയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മളുടെ അധ്വാനത്തിനുള്ളൊരു പ്രതിഫലം ഇതിലുണ്ട്. കുറേയൊക്കെ നമുക്ക് താഴെ വീണ് തന്നെ കിട്ടും. ഈ താഴെ വീണ് കിട്ടുന്നത് പെട്ടെന്ന് നമുക്ക് വിടർത്തിയെടുക്കാൻ പറ്റും. ഇതൊക്കെ മുമ്പ് വീണ് കിടക്കുന്നതാണ്. ചെട്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു കൈക്കുമ്പിളിൽ നിറയും. അത്രയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള കശുവണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഈ മരം നടുന്ന സ്ഥലത്ത് നല്ല വെയിൽ വേണം. അതാണ് കശുമാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവിടെ ഒരു ചോല ഉണ്ടായിരുന്നു. ഇത്രയും വൈകി പൂക്കാൻ കാരണം തന്നെ അതാണ്. ഇവിടെ കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോല വന്ന കാരണം ഇത് പൂത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ വർഷം അതൊക്കെ വെട്ടിയായിരുന്നു. അപ്പോൾ തന്നെ ഇത് ശരിക്കും മരം പെട്ടെന്ന് വലുതാവുകയും ഇഷ്ടംപോലെ പൂക്കുകയും കായ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ചോലയില്ലാത്ത സ്ഥലമായിരിക്കണം. നല്ല സ്പേസ് നോക്കി വെക്കുക. മറ്റു മരങ്ങൾക്ക് ചോലയാവാത്ത രീതിയിലും വെക്കുക. ഇത് നമ്മളുടെ മുമ്പ് ഇരുന്നതാണ്. അതായത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വലിപ്പമുള്ളതാണ്. ചെറിയ കശുവണ്ടി എന്ന് പറഞ്ഞത് ഇത് ഇല്ല. ഇത് നമ്മൾ പണ്ട് ഈ കശുവണ്ടിയൊക്കെ കളിക്കുന്ന സമയത്ത് പോട്ടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, പോട്ടി എന്ന് ഇവിടെ പറഞ്ഞിരുന്നത്. അതായത് മറ്റു കശുവണ്ടി ഇങ്ങനെ കുത്തിവെക്കുക, വന്നിട്ട് പോട്ടി വെച്ച് എറിഞ്ഞ് തെറിപ്പിക്കണം. ആ കളികളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോട്ടി കശുവണ്ടിയാണിത്.